കോതമംഗലത്ത് അതിന് പരിഹാരമായി ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണത്തിന് പ്രചാരണം കൊടുത്തുകൊണ്ട് കോതമംഗലത്ത് പുതുപ്പാടി സ്വദേശിയായ യുവ ഡോക്ടർ രംഗത്ത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായ ഡോക്ടർ റോബിൻ അബ്രഹാമാണ് ബയോഗ്യാസിന്റെ പ്രചാരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഡോക്ടർ റോബിൻ തന്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ഇത് ഒരു ചെറിയ ബയോഗ്യാസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ 3 ഗുണങ്ങളാണ് ഇതിൽ നിന്ന് വരുന്നത്. ഒന്ന്, നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് നമ്മൾക്ക് ഇതിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കിട്ടും. ഈ ഗ്യാസ് നമുക്ക് നമ്മുടെ കുക്കിംഗ് ആവശ്യത്തിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ നിന്ന് സ്ലറി കിട്ടും, അതായത് വളം. അപ്പോൾ ഈ സ്ലറി എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ഒരു ചെറിയ കിച്ചൺ ഗാർഡന് വേണ്ടി നമുക്ക് വളം കിട്ടും. അപ്പോൾ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വീട്ടിലുണ്ടായ ഇങ്ങനെ 3 ഗുണങ്ങളാണ്. ഒന്ന്, നമ്മളുടെ വേസ്റ്റ് പരിഹരിക്കപ്പെടും. 2, നമ്മൾക്കൊരു ഊർജ്ജസ്രോതം കിട്ടും. 3, നമ്മൾക്കൊരു വളം കിട്ടും. അപ്പോൾ ഈ 3 ഗുണമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളുടെ മാലിന്യ പ്രശ്നം രൂക്ഷമാവുന്നത് നമ്മളുടെ മാലിന്യം നമ്മളിങ്ങനെ പുറത്ത് കളയുമ്പോൾ എല്ലാവരുടെയും മാലിന്യം കൂടി ആകുമ്പോഴത്തേക്ക് അതൊരു വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുക കേരളത്തിൽ. അപ്പോൾ എല്ലാ വീടുകളിലും ഒരു ചെറിയ ബയോഗ്യാസ് പ്ലാന്റ് അനിവാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു എഫേർട്ട് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന കാലത്ത് പെട്രോളിയമിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ വരാൻ പോകുന്ന കാലത്ത് ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും. LPG ഗ്യാസ് കുറ്റി കിട്ടാൻ കുറവായിരിക്കും, അല്ലെങ്കിൽ LPGന് ഭയങ്കര വിലയായിരിക്കും. ഇനിയും വരുന്ന 2-3 വർഷത്തിന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്ന സ്ഥിതി അതാണ്. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ വളരെ കൂടുതലായതുകൊണ്ട് വിറക് എന്ന് പറയുന്നതും കുറഞ്ഞ് തന്നെ വരികയാണ്, ആൾക്കാർ കൂടുതലാണ്. അപ്പോൾ നമുക്ക് LPGന്ന് മാറാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ബയോഗ്യാസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാലിന്യ പ്രശ്നവും ഓക്സിജന്റെ അഭാവത്തിൽ ജൈവവസ്തുക്കൾ അഴുകുമ്പോൾ മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ ഉണ്ടാകുന്നു. ഈ വാതകമാണ് ബയോഗ്യാസ്. ബയോഗ്യാസ് കത്തുന്ന വാതകമായതിനാൽ പാചകത്തിനും വൈദ്യുതി ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കാം. സ്വീഡനിൽ ബയോഗ്യാസ് ഉപയോഗിച്ച് ബസ്സുകളും തീവണ്ടികളും ഓടിക്കുന്നുണ്ട്. 1 കിലോ ബയോഗ്യാസ് 2.33 ലിറ്റർ പെട്രോളിന് തുല്യമാണ്. ഇന്ന് ലോകത്തിൽ ഒരു ദിവസം 870 ലക്ഷം ബാരൽ എണ്ണയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 2-3 വർഷങ്ങൾക്ക് ശേഷം ഈ ഉൽപ്പാദനത്തിന്റെ അളവിൽ കുറവ് കണ്ടു തുടങ്ങുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്. എണ്ണ ഉൽപ്പാദനം കുറഞ്ഞാൽ അതിരൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരും. കൂടുതലായുള്ള ബയോഗ്യാസിന്റെ ഉൽപ്പാദനം ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ സാധിക്കും. അടുക്കളയിലുള്ള വേസ്റ്റ് പദാർത്ഥങ്ങൾ ഡ്രമ്മിൽ നിറച്ചത് അഴുകുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് പൈപ്പ് മുഖേന മറ്റൊരു ഡ്രമ്മിലേക്ക് ശേഖരിക്കുന്നു. അവിടെ നിന്നും സ്റ്റൗവിലേക്ക് പൈപ്പ് വഴി കണക്ഷൻ കൊടുത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം വളരെ ലളിതമാണ്. മാലിന്യ വിമുക്ത വീട് സൃഷ്ടിച്ചെടുക്കുവാനും ഈ രീതി പ്രയോജനപ്പെടും. ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച ശേഷം അവശേഷിക്കുന്ന പദാർത്ഥം ഒരു ഉത്തമ ജൈവവളമാണെന്നും പച്ചക്കറി തോട്ടങ്ങളിലെ കൃഷിക്ക് ഇത് ഉത്തമമാണെന്നും ഡോക്ടർ റോബിന്റെ മാതാവ് ആനി അബ്രാച്ചൻ ASV ന്യൂസിനോട് പറഞ്ഞു. പ്രയോജനപ്പെടുന്നുണ്ട്. അത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം നല്ല വ്യത്യാസം കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസിൽ വിളവെടുക്കുന്നതിൽ നന്നായിട്ട് പ്രത്യേകിച്ച് ചീരയൊക്കെ വളരെ പുഷ്ടമായിട്ട് വരുന്നുണ്ട്. അതുപോലെ പാവയ്ക്കായും പയറും എല്ലാം തന്നെ നന്നായിട്ട്, വഴുതനങ്ങയൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. കോവയ്ക്ക ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അത് ഇതിൻ്റെ നല്ല വ്യത്യാസം ഇത് ഉപയോഗിച്ചതിന് ശേഷം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ബയോഗ്യാസിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ശക്തമായ ബോധവൽക്കരണ പരിപാടികൾക്കാണ് ഡോക്ടർ റോബിൻ എന്ന MBBSകാരൻ രൂപം കൊടുത്തിരിക്കുന്നത്. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഡോക്ടർ റോബിൻ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്.